ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? വിശുദ്ധ ഗ്രന്ഥത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? എന്നാൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. 73 പുസ്തകങ്ങളുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 73 പുസ്തകങ്ങൾ. നമ്മൾ ഇന്നെന്താ പഠിക്കാൻ പോകുന്നതെന്നറിയോ? പാഠം 2, അബ്രാഹത്തിൻ്റെ വിളി. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ചേ, എന്നിട്ട് ടീച്ചറിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കണം. സ്നേഹപിതാവായ ദൈവമേ, അബ്രാഹത്തിൻ്റെ വിളി എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴത്തിൽ പതിയുവാനും അവയെല്ലാം വേണ്ട വിധം ഗ്രഹിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇനി എല്ലാവരും ഒന്ന് കണ്ണുകൾ തുറന്നേ. ഇന്ന് അബ്രാഹത്തിൻ്റെ വിളി എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? ആരാണ് ഈ അബ്രാഹം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അബ്രാഹത്തെ പറ്റി? നമ്മൾ വിശുദ്ധ കുർബാനയിൽ അബ്രാഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലേ? വിശുദ്ധ കുർബാനയിൽ ആശംസാ ഗീതത്തിൽ അബ്രാഹത്തെ പറ്റി പറയുന്നുണ്ട്. അതിലെ 4 വരി ടീച്ചർ ഒന്ന് പാടാം. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. എന്താ ഇതിൻ്റെ ആദ്യ വരിയിൽ പറഞ്ഞേ? പൂർവപിതാവായ അബ്രാഹം, അല്ലേ? അപ്പോൾ ഈ അബ്രാഹം എങ്ങനെയാണ് പൂർവപിതാവായത്? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ദൈവം വിളിക്കുന്നു, ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ വാഗ്ദാനം. നമുക്കൊരു കഥയായിട്ട് തുടങ്ങിയാലോ? നമുക്ക് അബ്രാഹത്തിൻ്റെ കഥ കേൾക്കാം. ഒരിടത്ത്, അതായത് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഊർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അബ്രാം എന്നൊരാൾ ജീവിച്ചിരുന്നു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേരാണ് സാറ. അബ്രാമിനും സാറായിക്കും മക്കളുണ്ടായിരുന്നേയില്ല. അബ്രാമിൻ്റെ തൊഴിലെന്തായിരുന്നെന്നറിയോ? കാലിമേക്കലായിരുന്നു അബ്രാമിൻ്റെ തൊഴിൽ. എന്താണ് ഈ കാലിമേക്കൽ? പശുക്കളെ മേക്കലായിരുന്നു അബ്രാമിൻ്റെ തൊഴിൽ. പശുക്കൾക്ക് എന്താ ഭക്ഷണം? നല്ല പുല്ല് വേണം, അല്ലേ? അപ്പോൾ പശുക്കൾക്ക് നല്ല പുല്ല് വേണ്ട സ്ഥലം നോക്കി നമ്മുടെ ഈ അബ്രാം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ അബ്രാം ഹാരാൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തെത്തി. എവിടെയാണ് എത്തിയത്? ഹാരാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത്. ഈ ഹാരാനിൽ വെച്ചാണ് നമ്മുടെ അബ്രാമിനോട് ദൈവം ആദ്യമായി സംസാരിക്കുന്നത്. അതായത് നമ്മുടെ അബ്രാമിനെ ആദ്യമായി ദൈവം വിളിക്കുന്നത് ഹാരാനിൽ വെച്ചാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ അബ്രാമിനെ ദൈവം വിളിച്ചതെന്നറിയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് തുറന്നേ. അതിൽ പാഠം 2 അബ്രാഹത്തിൻ്റെ വിളി നിങ്ങളൊന്ന് എടുത്തേ. അതിൽ നിങ്ങളൊരു ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ആകാശങ്ങൾക്കിടയിലുള്ള ഒരു മാലാഖയുണ്ട്, അല്ലേ? പിന്നെ കാണുന്ന നാട് നമ്മുടെ അബ്രാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അബ്രാമിനോട് ദൈവം സംസാരിക്കുന്നത്. ഇനി എന്താണ് സംസാരിച്ചതെന്നറിയോ? അബ്രാമേ, നീ നിൻ്റെ നാടും നിൻ്റെ വീടും നിൻ്റെ പിതൃഭവനവും എല്ലാം ഉപേക്ഷിച്ച് ദൈവം പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. ഇതാണ് അബ്രാമിനോട് ദൈവം പറഞ്ഞത്. ഇനി എൻ്റെ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളോടാണ് ഇത് പറയുന്നതെന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ്,
ഇന്ന് എൻ്റെ കൂടെ വാ, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോവും അല്ലേ? അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലോ നിങ്ങൾ പോവില്ല അല്ലേ? നമ്മുടെ അബ്രാം എങ്ങനെയായിരുന്നെന്നറിയോ? ദൈവത്തിനെ അബ്രാമിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. ദൈവം എന്ത് പറഞ്ഞാലും അബ്രാം കണ്ണടച്ചതങ്ങ് അനുസരിക്കും. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു നമ്മുടെ അബ്രാമിന് ദൈവത്തെ. അതുകൊണ്ട് അബ്രാം എന്ത് ചെയ്തിരിക്കും? അബ്രാമിൻ്റെ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ദൈവം പറഞ്ഞ കാനാൻ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് അബ്രാം പോയി. അപ്പോൾ അബ്രാമിന് എത്ര വയസ്സായിരുന്നെന്നറിയോ? 75 വയസ്സുണ്ടായിരുന്നു. അവിടെ ഷെക്കേമിൽ മോറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അബ്രാം ഒരു ഓക്കുമരത്തിൻ്റെ ചോട്ടിലിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അതാ അബ്രാമിന് വീണ്ടും നമ്മുടെ ദൈവം സംസാരിക്കാൻ വരുന്നു. അവിടെ വെച്ച് എന്താ സംസാരിച്ചതെന്നറിയോ? ഈ പ്രദേശം മുഴുവൻ നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കുമെന്ന്. അബ്രാം എന്താ ചെയ്തതെന്നറിയോ? അവിടെ ഒരു ബലിപീഠമുണ്ടാക്കി ദൈവത്തിന് ബലിയർപ്പിച്ചു. പിന്നീട് അബ്രാം ഈ കാനാൻ ദേശത്ത് പല സ്ഥലങ്ങളിലും പോയി അവിടെയെല്ലാം ദൈവത്തിന് ബലിയർപ്പിച്ചു, ഒരു ബലിപീഠമുണ്ടാക്കി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ അബ്രാമും സാറായും വളരെ വൃദ്ധരായി, അവർക്ക് വളരെ പ്രായമായി. അങ്ങനെ അബ്രാമിന് 99 വയസ്സായി. ആ സമയത്ത് വീണ്ടും നമ്മുടെ അബ്രാമിന് ദൈവം വീണ്ടും ദൈവദൂതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഈ തവണ എന്തിനാ പ്രത്യക്ഷപ്പെട്ടതെന്നറിയോ? അബ്രാമുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ. എന്താണ് ഈ ഉടമ്പടി? ടീച്ചർ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൈക്കിൾ മേടിച്ച് തന്നു എന്ന് കരുതുക. നിങ്ങൾക്കൊരു ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുക. അവർക്കും നിങ്ങളുടെ സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹം കാണില്ലേ? അപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ അവരോട് പറയാണ്, ഇന്നൊരു ദിവസമാണെങ്കിൽ 4 മണി മുതൽ 5 മണി വരെ ഞാൻ സൈക്കിൾ ഓട്ടാം, 5 മണി മുതൽ 6 മണി വരെ ചേച്ചി സൈക്കിൾ ഓട്ടിക്കോ. ഇത് നിങ്ങളും ചേച്ചിയുമായിട്ട് വെക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലേ? ഇത് തന്നെയാണ് ഉടമ്പടി, ഒരു എഗ്രിമെൻറ്റ് അഥവാ ഒരു കോൺട്രാക്റ്റ്. ഇതാണ് ഉടമ്പടി. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഉടമ്പടിയിലുള്ളതെന്നറിയോ? അബ്രാം ഇനി മുതൽ അബ്രാം ആയിരിക്കില്ല, പകരം ആരായിരിക്കും? അബ്രാഹം എന്നായിരിക്കും ഇനി വിളിക്കപ്പെടുന്നത്. അബ്രാഹത്തിന് ഒരുപാട് സന്തതികളുണ്ടാവും. അങ്ങനെ അബ്രാഹത്തിൻ്റെ സന്തതികളിലൂടെ ദൈവം സകല ജനതകളെയും അനുഗ്രഹിക്കും. അബ്രാഹത്തിനും അബ്രാഹത്തിൻ്റെ തലമുറകൾക്കുമായിട്ട് കാനാൻ ദേശം മുഴുവൻ അവകാശമായി നൽകും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളായിരുന്നു ദൈവം അബ്രാഹവുമായി വെച്ച ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഈ അബ്രാഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വലിയ ജനതയുടെ പിതാവ്. അപ്പോൾ അബ്രാഹത്തെ വലിയ ജനതയുടെ പിതാവാക്കും എന്നാണ് ദൈവം അബ്രാഹത്തോട് ഉടമ്പടിയിലൂടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അബ്രാഹത്തിൻ്റെ ഉടമ്പടിയിലൂടെ, അബ്രാഹവുമായി സ്ഥാപിച്ച ഈ ഉടമ്പടിയിലൂടെ ദൈവം അബ്രാഹത്തിന് 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് നൽകിയത്. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ എന്ന് നിങ്ങൾക്കറിയാവോ? അബ്രാഹത്തെ നിരവധി ജനതകളുടെ പിതാവാക്കും. രണ്ടാമത്തെ വാഗ്ദാനം എന്താണെന്നറിയോ? അബ്രാഹവും അബ്രാഹമിൻ്റെ പല തലമുറകളുമായിട്ട് ദൈവം ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കും. മൂന്നാമത്തെ വാഗ്ദാനം എന്തായിരുന്നു? അബ്രാഹത്തിനും അബ്രാഹത്തിൻ്റെ സന്തതികൾക്കും ദൈവം കാനാൻ ദേശം മുഴുവൻ അവകാശമായി നൽകും. ഇതെല്ലാം ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വാഗ്ദാനങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രോമിസ് എന്ന് നമുക്ക് പറയാം. പ്രോമിസസ്. അതിനും ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ടൂർ പോവുകയാണെന്ന് കരുതുക. നമുക്ക് മൂന്നാർ എന്ന സ്ഥലം എടുക്കാം. മൂന്നാർ ഒരു ടൂർ പോവുകയാണെന്ന് കരുതുക. നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളോട് പറയാണ്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റ്സ് കിട്ടും, ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും, നല്ല സ്ട്രോബെറി കിട്ടും, ഇങ്ങനെയൊക്കെ പറയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ നിങ്ങളത് പറയില്ലേ? ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, അപ്പച്ചൻ ഇന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയില്ലേ? അപ്പോൾ നിങ്ങൾ
ആ കൂട്ടുകാരിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയല്ലേ, നിങ്ങൾ അവരോട് പറയാണ്, ഞാൻ പോയിട്ട് വരുമ്പോൾ ഇന്നിന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തരാട്ടോ, നിനക്ക് ചോക്ലേറ്റ്സ് കൊണ്ട് തരാട്ടോ, സ്ട്രോബെറി കൊണ്ട് തരാട്ടോ, ക്യാരറ്റ് കൊണ്ട് തരാട്ടോ, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇതെല്ലാം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രോമിസാണ്. ഇത് തന്നെയാണ് വാഗ്ദാനം. ഇതുപോലെയാണ് നമ്മുടെ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനങ്ങൾ നൽകിയത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് അബ്രാഹത്തിന് ദൈവം നൽകിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന അബ്രാഹത്തിൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ. എല്ലാവർക്കും ഇഷ്ടമായോ അബ്രാഹത്തിൻ്റെ കഥ, അബ്രാഹമായ കഥ? എന്നാൽ നമുക്കിനിയൊരു ആക്ടിവിറ്റി ചെയ്താലോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്ക് തുറക്കുക. അതിൽ നിങ്ങൾ ഒരു മരത്തിൻ്റെ പടം വരയ്ക്കുക. ആ മരത്തിൻ്റെ താഴെ റൂട്ട് നമുക്ക് ദൈവം എന്ന് അടയാളപ്പെടുത്താം. അതിൻ്റെ സ്റ്റെം നമുക്ക് അബ്രാഹം എന്ന് അടയാളപ്പെടുത്താം. ഇനിയോ അതിലെ ഓരോ സർക്കിൾസ് കണ്ടോ, അതിൽ ഓരോന്നിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് അടയാളപ്പെടുത്തുക. നിങ്ങളുടെ വീട്ടിൽ അപ്പച്ചനുണ്ടാകാം, അമ്മച്ചിയുണ്ടാകാം, നിങ്ങളുടെ ചേച്ചി, ചേട്ടൻ, അനിയൻ, അനിയത്തി, അങ്ങനെ ആരെല്ലാം ഉണ്ടോ അതെല്ലാം വെച്ച് ആ ട്രീ ഭംഗിയായിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തണം. നമ്മളെല്ലാവരും അബ്രാഹത്തിൻ്റെ മക്കളല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ദൈവം അബ്രാഹത്തിലൂടെ നമ്മളെ എല്ലാവരെയും അബ്രാഹത്തിൻ്റെ മക്കളാക്കിയിരിക്കുകയാണ്. അബ്രാഹം നമ്മുടെ എല്ലാവരുടെയും പൂർവ്വ പിതാവാണ്. അതിൻ്റെ പ്രതീകമായാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. എന്നാൽ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്താലോ? നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചേ? ദൈവം അബ്രാഹത്തെ വിളിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ദൈവം അബ്രാഹത്തിന് നൽകിയ ഉടമ്പടി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദൈവം അബ്രാഹത്തിന് നൽകിയ 3 വാഗ്ദാനങ്ങളും നമ്മൾ പഠിച്ചു. ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് കൈകൾ കൂപ്പിക്കേ, കണ്ണുകളടച്ച്, എന്നിട്ട് ടീച്ചറിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ കടന്നുപോയ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാനും അത് എന്നേക്കും ഓർമ്മ നിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.